ഇസ്ലാം ദീനിനെ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുക. ഏതൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിലും അതിൻ്റെ ആളെയാണ് ആദ്യം പഠിക്കുക. അതായത് ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്, ചില സമയങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്, ചില വിഷയങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ്. ഉദാഹരണമായിട്ട് ഭൂമിയിലെ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞത് മദീനയാണ്. എന്താ പ്രത്യേകത? മദീനക്കാരെ പ്രത്യേകത അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന. ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ മണ്ണ് മദീനയുടെ മണ്ണാകുന്നു. എന്താ മദീനൻ്റെ മണ്ണിനുള്ള പ്രത്യേകത? അവിടെയുള്ള ആൾക്കാരുടെ പ്രത്യേകതയാണത്. മദീനക്കാരായ ആൾക്കാരാണ് ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവക്കാർ എന്നാണ്. അള്ളാൻ്റെ ദുനിയാവിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ മദീനക്കാരാണ്. അതുതന്നെയാണ് ആ നാടിൻ്റെ പ്രത്യേകതയും. അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ ആളെ പ്രത്യേകതയാണ്. മമ്പറെന്ന് പറയുമ്പോൾ നമ്മൾ പാലല്ലല്ലോ ആലോചിക്കുക, മമ്പറത്തെ തങ്ങളെയുള്ള ആലോചിക്കുക. മമ്പറെന്ന് പറയുമ്പോൾ പോയിൻ്റെ കുറുകെ ഒരു പാലുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അല്ല, മമ്പറത്തെ തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതാണ് ആലോചിക്കുന്നത്. ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ആ സ്ഥലത്തുള്ള ആളെ പ്രത്യേകതയാണ്. പൊന്നാനി എന്ന് കേട്ടാൽ നമുക്ക് മീൻ കിട്ടുന്നല്ല, സൈനുദ്ദീൻ മഖ്ദൂം കണ്ട ഒരാളവിടെ ഉണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കുക. ഒരു നാടിൻ്റെ പ്രത്യേകത ആ നാടിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ്. എന്നാൽ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്തുണ്ടായ വിഷയത്തിൻ്റെ പ്രത്യേകതയാണ്. റജബ് 27 എന്ന് പറഞ്ഞാൽ എന്തേപ്പം അന്ന് നബിതങ്ങളുടെ മിഅ്റാജ് ഉണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ വിഷയത്തെയാണ് ആലോചിക്കുന്നത്. തിങ്കളാഴ്ച എന്തിനാ നോൽമ്പ് ഒരുക്കണത് എന്ന് ചോദിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അതിൽ പറഞ്ഞു ഫീഹി ഉലിത്തു, അന്നാണ് ഞാൻ ജനിച്ചത് എന്ന് പറഞ്ഞു. ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ടായ ഒരു വിഷയത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ ഒരു സംവിധാനം, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഒരു സംവിധാനം എന്നിവയെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതുണ്ടാക്കിയ ആളെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ആളുടെ പ്രത്യേകത, അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തിയ ആളുകളുടെ പ്രത്യേകതയാണ് ആദ്യം പഠിക്കുക. അങ്ങനെയാവുമ്പോൾ ഇസ്ലാം ദീനിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കാനുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. നമ്മൾ സാന്ദർഭികമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹജ്ജിൻ്റെ സമയമാണ്. ഹജ്ജ് എന്ന് പറയുന്നത് അത് കുറേ സ്ഥലങ്ങളാണ്. മക്ക, മദീന, അറഫ, മിന. എന്താ അതിൻ്റെയൊക്കെ പ്രത്യേകത? ഇബ്രാഹിം നബിൻ്റെ പ്രത്യേകത അലൈഹിസ്സലാം. ശരിക്കും ഹജ്ജ് മുഴുവനും നമ്മൾ പരിശോധിച്ചാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രമാകുന്നു. മൊത്തത്തിൽ അതാണുള്ളത്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഇൻ്റെ വാപ്പയാണ് എന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുക ഓൻ്റെ വാപ്പാനെ പറ്റിയിട്ടാണ്. ഒരാളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുക ഓൻ്റെ വാപ്പാനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എൻ്റെ വാപ്പയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനഫി മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മുഹമ്മദ് നബിൻ്റെ മകനാണെന്ന് ഇബ്രാഹിം നബിയും പറഞ്ഞിട്ടുണ്ട്. മിഅ്റാജിൻ്റെ രാത്രി വഴിയിൽ വെച്ച് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു മർഹബൻ ബി ഇബ്നി സ്വാലിഹി, സ്വാലിഹായ എൻ്റെ മകന് സ്വാഗതം എന്ന് പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പം മകന്ന് ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്, വാപ്പാന്ന് അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ വാപ്പാനെ പറ്റി എപ്പോഴാണ് പറയാ? വാപ്പാനെ പറ്റി പറയാ തൻ്റെ ധൈര്യം, സ്ഥൈര്യം, നിലപാട്, സമീപനം എന്നിവയെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണ്. നമ്മൾ പറയല എൻ്റെ വാപ്പ ആരാന്ന് എനക്കറിയുമെന്ന് എപ്പോഴാണ് ചോദിക്കുക? വേറൊരാളെ ധൈര്യം, സ്ഥൈര്യം, നിലപാട്, സമീപനം എന്നിവയെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടി വരുമ്പോഴാണ് വാപ്പാനെ പറ്റി പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാപ്പാനെ പറ്റി പറഞ്ഞു. എൻ്റെ വാപ്പാരാന്നറിയോ?
എൻ്റെ വാപ്പ ഇബ്രാഹിമാണെന്ന് പറഞ്ഞു ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെ നമ്മൾ ഹജ്ജ് എന്ന് പറയുമ്പോൾ ആദ്യം പഠിക്കേണ്ട ആള് ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം. പഠിക്കാൻ മാത്രം ഉണ്ട് എന്നുള്ളതാണ്. കുടുംബജീവിതം എങ്ങനെയായിരിക്കണം ഇബ്രാഹിം നബിയിൽ നിന്ന് പഠിക്കാം. വാപ്പിയും മക്കളുമായിട്ട് എങ്ങനെ ജീവിക്കാം ഇബ്രാഹിം നബിയിൽ നിന്ന് പഠിക്കാം. മനുഷ്യനെ എങ്ങനെ സമീപിക്കണം സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്ന് പഠിക്കാം. ഇസ്ലാമിൻ്റെ ദഅവത്ത് എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് സയ്യിദുനാ ഇബ്രാഹിമിൽ നിന്ന് പഠിക്കാം. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ വാഹിദ, തീർച്ചയായും ഇബ്രാഹിം ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിരിക്കുന്നു. ഉമ്മത്തൻ വാഹിദ, ഒരാളുള്ള സൈന്യമാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സംഘം, വാഹിദ് എന്ന് പറഞ്ഞാൽ ഒരാള്, ഒറ്റയാൾ സംഘമാകുന്നു സയ്യിദുനാ ഇബ്രാഹിം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. സംഗതി ഒരാളുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ ആൾക്കാരെ പണി ഒപ്പെടുക്കുന്നത്. അതുകൊണ്ടാണ് സംഘം എന്ന് പറയാൻ കാരണം. അപ്പം ഹജ്ജ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ പഠിക്കാനുള്ള വിഷയം ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം. എല്ലാം കിട്ടും. സത്യത്തിൽ കുടുംബത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാലും ഭാര്യ മക്കളുടെ വിജയം എന്ന് പറഞ്ഞാലും ഒക്കെ ശരിക്കും തവക്കുലിൻ്റെ വിജയമാണ്. തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര വെച്ചിട്ട് കുട്ടികളെ നോക്കാൻ കഴിയും, അതിനൊരു പരിധി ഉണ്ടാവുമല്ലോ. എത്ര ഇപ്പം നമ്മൾ മക്കളെ നോക്കുക, എപ്പോഴും ഇങ്ങനെ ഓല നോക്കിയിരുന്നാൽ മതി. നമുക്ക് വേറെ എന്തെല്ലാം പരിപാടിയുണ്ട്. രാത്രി കടന്നുറങ്ങാൻ പോകുമ്പോൾ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് മൊബൈലിന്മേൽ കളിക്കണ ഇപ്പം എങ്ങനെ നോക്കുക? വാപ്പ പോയിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ തലട്ട് നോക്കേ, നടക്കൂലല്ലോ പരിപാടി. കുട്ടികൾ നേരാകുക എന്ന് പറഞ്ഞാൽ തവക്കുലിൻ്റെ വിജയമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയിട്ട് വാപ്പ മോനോട് പറഞ്ഞു, മോനെ സ്വപ്നത്തിൽ നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എനിക്ക് വഹി നൽകിയിരിക്കുന്നു, എന്താ എൻ്റെ അഭിപ്രായം? യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുറു മാദാ തറാ, മോനെ നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിലായി എനിക്ക് വഹി ലഭിച്ചിരിക്കുന്നു, എന്താണ് നിന്റെ അഭിപ്രായം മോനെ എന്ന് ചോദിച്ചപ്പോ മകൻ പറഞ്ഞു, യാ അബതിഫ് അൽ മാ തുമർ, വാപ്പ നിങ്ങളോട് എന്താണ് കൽപ്പന അത് നിങ്ങൾ ചെയ്യണം. ഇന്നി സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, തീർച്ചയായും ഞാൻ ക്ഷമിച്ചുകൊള്ളാം എന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു. ഈ ചോദ്യത്തിന് നേരത്തെ പഠിപ്പിച്ചതല്ല, ഇമ്മ പറഞ്ഞു കൊടുത്തതല്ല. മോനെ ബാപ്പ എന്നെ കാട്ടുക്ക് കൊണ്ടുപോട്ടോ, അങ്ങനെ ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തിയാൽ അന്നങ്ങനെ കടത്തിയിട്ട് ചോദിക്കും, മോനെ ബാപ്പാക്ക് അള്ളാൻ്റെ അടുത്തുനിന്ന് അന്ന അറുക്കണമെന്ന് വഹിയുണ്ട്, അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അർത്തോളി വാപ്പ ഞാൻ ക്ഷമിച്ചോളാന്ന് ഇജ്ജ് മറുപടി പറഞ്ഞോളൂണ്ടോന്ന് ഇമ്മ പഠിപ്പിച്ചതല്ല. എന്തേണ്ടായി? ആ കുട്ടിക്ക് അതാണ് പറയാൻ തോന്നേണ്ടത്. അത് എങ്ങനെ ഉണ്ടായി? അതാണ് വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഗുണം എന്ന് പറഞ്ഞത്. തവക്കുലാണ് ഉണ്ടായിരുന്നത്, തവക്കുലിൻ്റെ വിജയമാണ്. എത്രത്തോളം അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മക്കളിലെ വിജയം, അല്ലാതെ ഒന്നും ചെയ്യലല്ല. ഞാൻ ഈ പറയണ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമ്മളെ കുട്ടികളെ നമ്മൾ എത്രത്തോളം അള്ളാഹു തആലക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു നാടൻ വർത്താനം പറയും, ഇൻ്റെ കുട്ടികൾക്ക് അരി വാങ്ങണമെങ്കിൽ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ എന്ന് പറയും നമ്മൾ. സത്യത്തിൽ ഞമ്മക്ക് അരി വാങ്ങണതന്നെ നമ്മൾ അധ്വാനിച്ചിട്ടല്ല. നമുക്ക് അരി വാങ്ങണത് നമ്മൾ അധ്വാനിച്ചിട്ടല്ലല്ലോ. ഇന്ന് അസറിൻ്റെ ശേഷം പൊറാട്ടി ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, ബ്രെഡും ഉണ്ടായിരുന്നു, ആടുകറി ഉണ്ടായിരുന്നു, ബീഫും ഉണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷയല്ല. ഇതൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അസർക്കാരൻ കഴിഞ്ഞിട്ട്, ഒരിക്കലും പ്രതീക്ഷയല്ല. എന്താ അതിൻ്റെ പേര്? അതിൻ്റെ പേര് തൗഫീഖ് എന്നാണ്. അത് ഗോഡൗൺ നിറയെ അരി ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. തൗഫീഖ് വേറെ തന്നെ വരണം. തൗഫീഖ് ഉണ്ടെങ്കിൽ ഗോഡൗണിൽ അരി വേണ്ട, സമയാസമയത്ത് വന്നുകൊണ്ടിരിക്കും. തൗഫീഖ് ഇല്ലെങ്കിൽ ഗോഡൗണിൽ ഇങ്ങനെ ചാക്ക് കണക്കിന് അരി കടന്നിട്ടൊരു കാര്യമില്ല. ചാങ്ക് കൂടെ കീപ്പട്ടാണ്ട് പോവില്ല. അന്നം വെള്ളം ഇറങ്ങാതെ വാപ്പ 3 മാസമായി ആശുപത്രിയിലാണെന്ന് പേരക്കുട്ടികൾ പറയുന്നുള്ളൂ ഒഴിച്ചാൽ ഒരു പ്രത്യേകത ഉണ്ടാവില്ല. ഇതാണ് തൗഫീഖ്. അപ്പം ഞമ്മക്ക് അരി വാങ്ങണത് തന്നെ നമ്മൾ അധ്വാനിച്ചിട്ടല്ലെങ്കിൽ, കുട്ടികളുടെ അരി ഏതായാലും നമ്മൾ അധ്വാനിച്ചിട്ടല്ല. വായ കീറിയിട്ടുണ്ടെങ്കിൽ അന്നം കൊടുക്കാമെന്ന് അള്ളാഹു ഏറ്റെടുത്തതാണ്.